അധ്യക്ഷവേദിയിലെ ബഹുമാന സുഹൃത്തുക്കൾ, കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ ഇത് ദൈവാന്വേഷണങ്ങളുടെയും മനുഷ്യ ജീവിതാന്വേഷണങ്ങളുടെയും ഒരു പ്രദർശനമാണ്. എനിക്ക് തോന്നുന്നു സംഘാടകർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ദിവസത്തിനകം ഈ പ്രദർശനം കാണാൻ വന്നു പോയിട്ടുണ്ടാവും എന്ന്. ആളുകൾ പൊതുവെ അശാന്തരാണ് ആണല്ലോ. ശാന്തി കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യർ ഇതിൻ്റെ ഇടം അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നത് എവിടെയാണെന്ന്. പണ്ട് ഒരു കീരിയുടെ കഥയുണ്ടല്ലോ മഹാഭാരതത്തിൽ. അതെന്താ വെച്ചാൽ ഈ ഒരു കീരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് കീരി. കീരി അലഞ്ഞ് നടന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു ബ്രാഹ്മണ ഗൃഹമാണ്. വളരെ ദിവസത്തിന് ശേഷമാണ് അവിടെ ഒരു ആഹാരം ഉണ്ടാക്കിയത്. അത്ര പട്ടിണിയും ദാരിദ്ര്യത്തിലും കഴിയാണ്. അപ്പോൾ കുറച്ച് ആഹാരം ഉണ്ടാക്കിയിട്ട് അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു അതിഥി കയറി വന്നു. അതിഥി ദേവോ ഭവ അല്ലേ, അതിഥിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ കുട്ടികളെ പോലും പരിഗണിക്കാതെ അമ്മ ഈ ഉണ്ടാക്കിയത് ഈ അതിഥിക്ക് കൊടുത്തിട്ട് ആ പാത്രം മൂറിയ വെള്ളം അടുക്കളുടെ പുറത്തേക്ക് ഒഴിച്ചതാണ്. ആ ഒഴിച്ച് നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് അത് കൂടെ ഒരു കീരി വന്നപ്പോൾ ആ കീരീൻ്റെ ദേഹത്താണ്ട് കുറച്ച് ഭാഗത്തായി ആ രോമമൊക്കെ സ്വർണ്ണമായി എന്നാ. ഈ സ്വർണ്ണമായി കഴിഞ്ഞപ്പോൾ പിന്നെ കീരിക്കൊരു പ്രശ്നമായി. കാരണം ഇതിനൊരു വൈകൃതമുണ്ട്, പകുതി മാത്രം. അങ്ങനെയല്ലോ നമ്മളെ അവയവങ്ങൾക്ക് രണ്ടിനും, ഇപ്പോൾ രണ്ട് ചെവിക്ക് ഏതാണ്ട് ഒരേപോലെ ആകുമ്പോഴാണല്ലോ ഒരു ഭംഗിയല്ലേ. കാലിൻ്റെ ഒരു നീളത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ പിന്നെ നടത്തത്തിന് ദുർനടത്തായിട്ട് മാറും അല്ലേ. എപ്പോഴും അതാണല്ലോ. അപ്പോൾ ഈ സ്വർണമാണെങ്കിൽ തന്നെയും അതൊരു ഭാഗത്ത് ഇങ്ങനെ പടർന്നപ്പോൾ അതൊരു പ്രശ്നമായി. ഇനി ബാക്കി ഭാഗം കൂടി എന്ത് സ്വർണ്ണമാവാനുള്ള മാർഗം എന്ത്, വൈകല്യൊന്നും പോണല്ലോ എന്താണ് എന്ന് അന്വേഷിച്ചിട്ട് ഈ കീരി ഇങ്ങനെ അശാന്തമായിട്ട് അലയുന്ന ഒരു പുരാവൃത്തമുണ്ട്. അവസാനം ചെന്നിട്ട് എല്ലാ യാഗശാലകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിലിരുന്നിട്ട് കുടഞ്ഞു നോക്കിന്ന ബാക്കി ഭാഗമൊക്കെ ഒന്ന് സ്വർണ്ണ ആവുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം അതിനെക്കാട്ടൊക്കെ വളരെ വലുതായിട്ടുള്ള ഒരു പണ്ട് ഒരു സൂഫി കഥ ഉണ്ടല്ലോ. ഈ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ ദൈവാനുഗ്രഹത്തിൻ്റെ അങ്ങനെ വ്യക്തികളുടെ പുസ്തകങ്ങളിലൊക്കെ തൻ്റെ ഇത്രയേറെ കാരുണ്യവുമൊക്കെ ആയിട്ട് ജീവിച്ചു അങ്ങനെ. അപ്പോൾ ആ പുസ്തകത്തിൽ തൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ അഗാധമായി സ്നേഹിക്കുന്നവരുടെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഈ ചങ്ങായിൻ്റെ പേര് കാണാനില്ല. അപ്പോൾ ഇയാൾക്ക് വലിയ വിഷമമായി. ഇങ്ങനെ പ്രാർത്ഥനാപൂർവം നടന്നിട്ട് എൻ്റെ പേര് അതിൽ കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പണ്ഡിതൻ പറഞ്ഞ, അല്ല ചങ്ങാതി, എൻ്റെ പേര് അവിടെയല്ല ഉള്ളതെന്നാ, എൻ്റെ പേര് വേറൊരിടത്താണ്. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ ഗണത്തിൽ കുറേ പേര് രേഖപ്പെടുത്തിയിട്ട് അവിടെയാണ് നിങ്ങളുടെ പേര് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് സഹനങ്ങളുടെയും വേദനകളുടെയും യോബിൻ്റെ പുസ്തകമൊക്കെ അതല്ലേ ഇങ്ങനെ കടന്നു പോകും. ശിഥിലമാണ് പല രീതിയിലും നമ്മുടെ ഇത്. ഈ പിന്നെ സൈക്കോളജിയിലൊരു ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ബോറടിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കും, അങ്ങനെയാണല്ലോ. വിരസമായിട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബസ് വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചായ കുടിക്കും. പിന്നെയും ബസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഉണ്ടപ്പൊരി കഴിക്കും. അത് വിശന്നിട്ടൊന്നുമില്ല, ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തീറ്റ മുക്കുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. മനുഷ്യർ വല്ലാതെ ബോറടിക്കുന്നത് കൊണ്ടാണ്. വൈകുന്നേരമായാൽ ബോറടിച്ചിട്ട് വയ്യാന്നാണ് പറഞ്ഞത്. രാത്രി 12 മണിക്ക് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, രാത്രി 12 വരെയും മരുമക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞു, അമ്മമ്മയെ ഭയങ്കരമായിട്ട് ബോറടിക്കണു. അപ്പോൾ എന്താ വേണ്ടതെന്ന് തിന്നാൻ പോകണമെന്നാ. അല്ല എന്നിട്ട് അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൊരു ചാരിറ്റി നടത്തുന്ന ഈ
കിഡ്നി രോഗികളെ സഹായിക്കുന്ന ഒരു ഒരു ബേക്കറി ഉടമയായിട്ടുള്ള ഒരു റഫീഖ് ഉണ്ട്. അവൻ എൻ്റെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്ത് ചാരിറ്റി പരിപാടികളോ, എൻ്റെ ചാരിറ്റി പരിപാടി എൻ്റെ രസമാണ്. പൊതുജനങ്ങൾ എന്ന് പൈസ മേടിച്ചിട്ട് കൃത്യമായി കണക്ക് ബോധിപ്പിച്ചിട്ട് അത് ആ കണക്ക് എല്ലാം കഴിഞ്ഞിട്ട് കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ജനാവലി ഉണ്ടാവും. ഇതാട്ടെ ഞാനിതൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര രസം തോന്നി അവനോട്. നമ്മൾ ഞാനൊരു നിമിത്തമാണ്. അപ്പം എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനിടയ്ക്ക് അവൻ്റെ പരിപാടിക്ക് ഇതേപോലെ ആളുകളെ കൂട്ടി വിളിക്കുമ്പോൾ ഒന്ന് മാഷം സംസാരിക്കും. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു വിലയാണെന്ന് പറഞ്ഞാൽ ഞാൻ പോവും. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഈ കിഡ്നി രോഗികൾക്ക് വേണ്ടി പൈസ ഒരിക്കലിനെക്കാട്ടും നല്ല ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഭക്ഷണശീലം ഒന്ന് മാറ്റിയാൽ തന്നെ ഈ കിഡ്നി രോഗമൊക്കെ ഒന്ന് കുറയും. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം, നല്ലതാണ് കേട്ടാ. ഇവിടെ അമ്മമാർ വന്നിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളെ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഓൺലൈൻ പരിപാടികളോ രാത്രി ജോലിയോ ഒന്നും ഇല്ലാത്ത ആ കുട്ടികളെ കയ്യിൽ നിന്ന് 10 മണിക്ക് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ മൊബൈലൊന്ന് കൊണ്ടുപോയിട്ട് മാറ്റി വയ്ക്കുക. ആ കുട്ടികളുടെ ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറയും. ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് സൂര്യോദയം ഒന്ന് കാണാൻ പറയും. എന്തൊരു കഷ്ടമാണ് ഈ കുട്ടികളുടെ ഒരവസ്ഥ. വൈകുന്നേരം 6 മണിക്ക് അങ്ങോട്ട് തുടങ്ങും തീറ്റ, എന്നിട്ട് പുലർച്ചെ 6 വരെ, പിന്നെ പിറ്റേന്ന് ഒരു ഉച്ച വരെ കിടത്തുറക്കം. ഇതൊക്കെയാണല്ലോ സ്ഥിതി അല്ലേ. ഇനിയിപ്പോൾ നോമ്പുകാലം വരാൻ പോവാണ്. തീറ്റയുടെ പ്രളയമാണ് നോമ്പ്. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ പ്രവാചകൻ ഒരുപാടും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂപ്പരെ കയ്യിൽ നിന്നും പഠിക്കണ്ടേ അല്ലേ. ഞാൻ പറയാറില്ല നല്ലൊരു മാഷാണ് മൂപ്പര്. ഞാനെപ്പോഴും പിന്നെ വൈകുന്നേരം കഴിഞ്ഞോടത്തോളം 7 മണിക്ക് മുമ്പ് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. 10 മണിക്ക് ശേഷം ഇതൊന്നും നോക്കാറില്ല. ഇതൊക്കെ അദ്ദേഹം തരുന്ന ഒരു പാഠമാണ്. പ്രവാചകൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഈ കച്ചവടത്തിനൊക്കെ പോയിട്ടേ അസമയത്ത് വരുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഏതായാലും നിങ്ങൾ അസമയത്ത് വന്നല്ലേ, ഈ സൂര്യോദയം വരെ വല്ല ഈത്തപ്പന മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന ആ സമയത്ത് വന്നിട്ട് ഈ വാതിൽ മുട്ടി പിടിച്ചിട്ട് ഈ സ്ത്രീകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നൊരു സന്ദർഭമുണ്ട്. അതെന്താ വെച്ചാൽ മരുഭൂമി നിവാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളം വളരെ പ്രയാസമുള്ളൊരു സാധനമാണ്. ഞാൻ അറേബ്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന, അത്യാവശ്യം കുറച്ച് എഴുതുന്ന ഒരു അറബ് സുഹൃത്തിനെ അവിചാരിതമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ എന്നോട് അദ്ദേഹം ആ ഒരു പകൽ മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളെ പുരാതനമായ കിണർ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ കിണർ ഉണ്ടാവുക ഞാൻ കാണിച്ചു തരാം. ആ കിണറൊക്കെ കൊണ്ടുവന്നിട്ട് ഒട്ടകത്ത് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എടുക്കുന്ന ആ രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഈ മുഹമ്മദ് അസദ് മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു കൽപ്പന നടത്തുന്നുണ്ട്. ഇങ്ങനെ മക്കയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കാൻ ദാഹം വന്നപ്പോൾ ഒട്ടകത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുപ്പിയാണ്. അതിന്ന് വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കവിളിലൂടെ ഒലിച്ചിറങ്ങി തൻ്റെ കാൽ കീഴിൽ ഇങ്ങനെ വാടി നിൽക്കുന്ന ഒരു സസ്യത്തിൻ്റെ ശിരസിൽ ചെന്ന് തൊട്ടപ്പോൾ ആ സസ്യം പിടഞ്ഞുണർന്നു എന്ന്. അതാണ് ജലത്തുള്ളി എന്ന്. ആ ജലത്തുള്ളി പല രീതിയിൽ വരണ്ടുപോയ ഒരു മഹാസംസ്കൃതിയെ വീണ്ടും ഉണർത്തിയെടുത്തു എന്ന് ഇസ്ലാമിനെ കുറിച്ചും പ്രതീകാത്മകമായിട്ട് പറഞ്ഞു വയ്ക്കാവുന്നതാണ്. ഈ ജലത്തുള്ളിയാണ് എന്ന് പറഞ്ഞു വയ്ക്കാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, വേദനകൾ ഒക്കെ ഞാൻ ഈ എക്സിബിഷനും ഞാൻ കണ്ടു. നല്ല രസകരമായ എക്സിബിഷനാണ്. നന്നായിട്ടുണ്ടായില്ലേ. സ്റ്റിൽ മോഡലുകളും ഒക്കെ നന്നായിട്ട്. മനുഷ്യർ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണയായിട്ട് നമ്മൾ മനുഷ്യരിക്കുന്നവരെ ഭൗതികമായി മാത്രം തീർക്കാവുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം. തീർച്ചയായിട്ടും ഉണ്ട്. ഈ നാലാപ്പാട്ട് നാരായണ മേനോന് മുഹമ്മദ് വായിച്ചിട്ടുണ്ടോയെന്ന് അറിയാം. അദ്ദേഹത്തിന് അത് നല്ല കൗതുകരമായൊരു നിരീക്ഷണം നടത്തുന്നത്. ഒരായുസ് മുഴുവൻ അദ്ദേഹം യുക്തിവാദ പുസ്തകങ്ങൾ വായിച്ചത്, ഒരായുസ് മുഴുവൻ. എന്നിട്ടും അദ്ദേഹം ദൈവവിശ്വാസിയായിട്ട് മാറിയെന്ന. കാരണം യുക്തിവാദത്തിനും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. നമുക്ക് എല്ലാവർക്കും അറിയാം യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈയിടെ എൻ്റെ മാതൃഭൂമിയിൽ ഞാനൊരു ചെറിയ കഥ എഴുതിയിട്ടുണ്ട്. അത്
ഈ യുക്തിവിചാരത്തിനെതിരെയുള്ള ഒരു സാധനം. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കഠിനമായ യുക്തിവിചാരം നടത്തുന്ന ഒരാൾക്ക് സൗന്ദര്യ അനുഭവങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്ന് അന്നും ഇന്നും എൻ്റെ ബോധ്യമാണ്. കഠിന യുക്തിവാദിയാണെങ്കിൽ നല്ല കവിത എഴുതാൻ പറ്റില്ല എന്ന് ഈ ഒരു ആശയം എനിക്കുണ്ട്. അപ്പം ഈ കഥ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു മാഷാണ് കഠിന യുക്തിവാദിയാണ്. പ്രണയവും ഇല്ല, ഒന്നുമില്ല മൂപ്പർക്ക്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, എന്നെ പണ്ട് പ്രണയിച്ച പോലെ ഒന്ന് പ്രണയിക്കൂ. അത് കവിയാണ് അദ്ദേഹം. അപ്പോൾ പറഞ്ഞാൽ ഈ അതിനകത്ത് ഒരു യുക്തി ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ യുക്തിയും പോയപ്പോൾ ഈ ചങ്ങായിക്ക് ഒരു കവിത എഴുതാൻ പറ്റാതെ ഇത് പഴയ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് മൂപ്പര്. താൻ എഴുതിയ കവിതകൾ. ഇന്ന് തനിക്ക് അങ്ങനെ കവിതകൾ എഴുതാനേ പറ്റില്ല. അങ്ങനെ യുക്തി വിചാരത്തിൽ. എന്നിട്ട് ഈ ഭാര്യ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ വിരസനായിട്ട് മാറിയെന്നു കേട്ടോ, വല്ലാതെ വിരസനായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂവർക്ക് മനസ്സിലായി. ഇടയ്ക്കൊന്ന് ഒരു കവിത എഴുതാൻ ശ്രമം നടത്തി നോക്കി, അതിൽ പരാജയപ്പെട്ടു. അങ്ങനെ തെരുവ് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മരുന്ന് വിൽപ്പനക്കാരനെ കാണുക. തെരുവിലെ മരുന്ന് ഇങ്ങനെ വിൽക്കാൻ പോരും. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ മരുന്ന് വിൽക്കുകയാണ്. മൂപ്പര് ചില മാജിക്ക് കാണിക്കുന്നുണ്ട്, ആളുകൾ ഈ മരുന്ന് വിൽക്കുക. മൂപ്പര് അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നു കുറേ നേരം നിന്നിട്ട് അവിടുന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ദിവസം ഒരു ഇളനീർ വിൽപ്പനക്കാരൻ്റെ അടുത്ത് ഈ ചങ്ങായി നിൽക്കുന്നുണ്ട്. ഒരു ഇളനീർ വിൽപ്പനക്കാരൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഇയാൾ ക്ഷോഭിച്ചെന്തെങ്കിലും വർത്തമാനം പറയാൻ വേണ്ടിയാണോ നിൽക്കുന്നത് എന്ന് തോന്നി. എന്നിട്ട് പറയുന്നതാണ്, നിങ്ങൾ വലിയ യുക്തിവാദിയാണല്ലേ. എനിക്ക് തോന്നി, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ശാസ്ത്രാധ്യാപകന് യുക്തിവാദിയാണല്ലേ എന്ന് ഇയാളോട്. അതെ, എനിക്ക് തോന്നി. കവിത എഴുതാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടല്ലേ എന്ന്. കവിത എഴുതാൻ പറ്റാത്തൊരു ദേഷ്യം നിങ്ങൾക്ക് ഉണ്ടല്ലേ. പിന്നെ ഞാനീ കാണിച്ച മാജിക് ഉണ്ടല്ലോ, അതൊക്കെ കേവലം മാജിക്കാണ് കേട്ടോ. ഞാൻ മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു, വലിയ യുക്തി വിചാരിയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ അന്നൊക്കെ വിട്ടിട്ട് കാണും, ഞാൻ വീടന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയാം. പിന്നെ വളരെ കൂടുതൽ രോഗങ്ങൾ തോന്നലുകളാണ് മാഷേ, വളരെ കൂടുതൽ രോഗങ്ങൾ തോന്നലുകളാണ് മാഷേ. അതുകൊണ്ട് ഈ തോന്നലുകളൊക്കെ എൻ്റെ മരുന്ന് കൊണ്ട് മാറുന്നുണ്ട്. അത്രയേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. ഈ തോന്നലുകളൊക്കെ എൻ്റെ മരുന്നുകൊണ്ട് മാറുന്നുണ്ട്. പിന്നെ ഞാൻ ആ കാണിച്ച മാജിക് ഉണ്ടല്ലോ, അതെല്ലാം കവിതകളാണ് മാഷേ. ഇതെല്ലാം കവിതകളാണെന്ന്. അതാണ് കവിതകൾ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു മാജിക്ക് കാണിച്ചേ, ഇവിടെ നിൽക്കൂ. എന്നിട്ട് മൂപ്പര് പോയിട്ട് ഒരു ഇളനീരിങ്ങനെ മേടിച്ചോണ്ടിരാ. ഇളനീര് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇളനീര് വെട്ടുക. ഇളനീര് വെട്ടുമ്പോൾ ഇന്ന് പരൽമീനുകൾ, ഇതൊരു പുരാവൃത്തമാണ് അല്ലേ, സൂഫികളുടെയൊക്കെ ഒരു പുരാവൃത്തമാണ്. ഇളനീര് വെട്ടുമ്പോൾ പരൽമീനുകൾ പുറത്ത് ചാടി എന്ന് പറയുന്നത് ഇങ്ങനെ സാംസ്കാരികമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പുരാവൃത്തം. ആ പുരാവൃത്തം അവതരിപ്പിക്കുകയാണ്. വെട്ടിയപ്പോൾ ഇളനീരുന്ന് പരൽമീനുകൾ പുറത്ത് ചാടി. അപ്പം ഇങ്ങനെ വായുവിൽ ഇങ്ങനെ പെടയാ, നിലത്ത് വീഴുന്നതും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. എന്നിട്ട് പറഞ്ഞു, ഇത് മാജിക്കൊന്നുമല്ല മാഷേ, ഇതൊരു കവിതയാണ്. കരിക്ക് വെള്ളത്തിലെ പരൽമീൻ എന്ന കവിതയാണത്. കരിക്ക് വെള്ളത്തിലെ പരൽമീൻ എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഇപ്പോൾ ആ പരൽമീനാണ് കാണാനില്ല. മാഷ് ഈ ഇളനീരൊന്ന് കുടിക്ക്, ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു കവിത എഴുതാൻ തോന്നിയേക്കും എന്ന് പറയുന്നതാണ് കരിക്ക് വെള്ളത്തിലെ പരൽമീൻ. 2 ആഴ്ച മുമ്പ് മാതൃഭൂമി ആഴ്ചവെപ്പിൽ വന്നതിൻ്റെ ഒരു ചെറിയൊരു കഥയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പം ഇഹലോകം എന്ന് പറയുന്നത് പരലോകം ഉണ്ടോ അല്ലേ നമുക്കറിയില്ല, നമുക്ക് ആർക്കും പോയി കണ്ടിട്ടില്ല. ഒന്നുണ്ട്, മനുഷ്യൻ്റെ എല്ലാം സമസ്ത ജീവജാലങ്ങളുടെയും ഒരു വിശ്വാസമുണ്ട്. നോക്കിയിട്ടുണ്ടോ? നായ കാട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മണ്ണിടും. അല്ലേ? മാത്രമല്ല, പൂച്ച അതിൻ്റെ കുഞ്ഞ് മരിച്ചു പോയാൽ അത് മാന്തിയിട്ട് അത് കുടിച്ചിടാനുള്ള ശ്രമം നടത്തും, നായ ശ്രമം നടത്തും. എന്ന് വെച്ചാൽ എല്ലാ മൃതശരീരവും സംസ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വലിയൊരാശയം ഈ സമസ്ത ജീവജാലങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടത്.
എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഈ ബുദ്ധൻ്റെ, ഞാനൊരു ബുദ്ധ പദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു വഴി അതാണ്, ബുദ്ധപദത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഈ ബുദ്ധൻ്റെ വെളിച്ചത്തിലൂടെയാണ് ഞാനെല്ലാം കാണാൻ ശ്രമിക്കുന്നത്. ബുദ്ധപദങ്ങളിലൂടെ യാത്ര ചെയ്തു വന്നതിന് ശേഷം ഞാൻ പിന്നീട് ഒരു വലിയൊരു യാത്ര നടത്തിയത് പ്രവാചകൻ്റെ കാൽപ്പാടുകൾ തേടിയിട്ട് അറേബ്യയിൽ ഞാനൊരു വളരെ വിപുലമായൊരു യാത്ര നടത്തി. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ എന്നെ പഠിപ്പിച്ച നല്ല മാഷന്മാരിൽ ഒരാളുടെ പേര് മുഹമ്മദ് നബി എന്നാണ് എൻ്റെ അധ്യാപകൻ. അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരുപാട് അധ്യാപകരെ നമ്മൾ കാണുമല്ലേ, ചരിത്രത്തിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ. ഇതൊക്കെ സ്വീകരിക്കുക, ഇതൊക്കെ സംസ്കാരത്തിൻ്റെ വഴികളാണ്. ഇപ്പോൾ ഈ ബുദ്ധൻ്റെ ഈ നിർവ്വാണം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നിർവ്വാണത്തിലേ ഉള്ളൂ. ഈ നിങ്ങൾ ഒരു നായനെ കല്ലെറിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആ നായയായിട്ട് പുനർത്തിരിക്കും. എന്നിട്ട് കല്ലേറ് നിങ്ങൾ ഏറ്റ് വാങ്ങും. അതാണ് അതിൻ്റെ ഒരു ആശയം. അത്രയും അങ്ങനെ കുറേയധികം ആശയങ്ങൾ. അതാണ് ബുദ്ധൻ്റെ ജാതക കഥകളുടെ ഒരു ദർശന പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ഇനി ഒരു പാപവും ചെയ്യാതെ പുനർജന്മം വേണ്ട. ഇനി പുനർജന്മം ഒന്നും വേണ്ട, ഒരു പൂർണ്ണ ജന്മമായിട്ട് മാറണം. ഞാൻ നിങ്ങൾ യാതൊരു പാപകർമ്മവും ചെയ്യാതെ ഒരു പൂർണ്ണ ജന്മമായിട്ട് മാറുക എന്ന് തന്നെയാണ് ഈ നിർവ്വാണം എന്ന് പറയുന്ന വലിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടേക്ക് എത്തുക നമുക്കൊക്കെ സാധാരണ മനുഷ്യർക്ക് അതൊക്കെ വലിയ പ്രയാസം ഉള്ള ഒരു കാര്യമാണ്. ഈ രമണ മഹർഷിക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ഈ കൈയിങ്ങനെ വിറയ്ക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ ആകപ്പാട് എന്തോ ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും. അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ രമണ മഹർഷിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവരിങ്ങനെ വിറയ്ക്കുന്ന കൈ നോക്കി ഇങ്ങനെ കരയുമ്പോൾ മഹർഷി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് ശിവനടനം. ഇതാണ് ശിവനടനം. അത് ശരീരത്തെ പോലും അങ്ങോട്ട് നിരാകരിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് അല്ലേ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്ന എല്ലാം അത് തന്നെയാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ബറിയൽ മൗണ്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ അടക്കം ചെയ്ത പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല, മൃതശരീരങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു ആശയമായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്ന മമ്മികൾ എന്ന് പറയുന്നത്. അത് ഭൗതികമായി മനുഷ്യൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാലും ഒരു ആത്മചൈതന്യം ബാക്കിയുണ്ട്, വെളിച്ചം ബാക്കിയുണ്ട് എന്ന് പറയുന്ന ഒരു ആശയമാണത്. എല്ലാ മതങ്ങൾക്കും അത് ബാധകവുന്നതാണ്. അവസാനം എത്തുന്നത് ഖബർസ്ഥാനിലാണ് എന്നുള്ള. അത് ഏതിൻ്റെ യാത്ര? ഭൗതിക ശരീരത്തിൻ്റെ യാത്രയാണത് അല്ലേ. ഭൗതിക ശരീരത്തിൻ്റെ യാത്രയാണ്. ഗർഭപാത്രത്തിൽ നിന്ന് ഖബർസ്ഥാൻ വരെയുള്ള യാത്ര ഭൗതിക ശരീരത്തിൻ്റെ യാത്രയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആത്മീയ ശരീരത്തിൻ്റെ മറ്റൊരു യാത്ര ആരംഭിക്കും എന്ന് പറയും. അതുകൊണ്ടാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മുങ്കാംകോഴി ചുക്രു റാവുത്തർ തൻ്റെ മകൾ ആബിദ ആത്മഹത്യ ചെയ്ത കിണറിലേക്ക് എടുത്തു ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ OV വിജയൻ എഴുതുന്ന മുങ്ങാങ്കോടി ചുക്രു റാവുത്തറു ആത്മഹത്യ ചെയ്തു എന്നല്ല, ജലത്തിൻ്റെ ബില്ലീസ് പടവുകൾ ഇറങ്ങി മുങ്ങാങ്കോഴി ചുക്രു റാവുത്തറ യാത്ര പോയി എന്ന. മരണമെന്നത് മഹായാത്രയാണ്. അതുകൊണ്ടാണ് ഓഷോ രജനീഷ് തൻ്റെ കബറിടത്തിൽ എഴുതി വയ്ക്കാൻ പറഞ്ഞത്, ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല, ഈ കൊല്ലം മുതൽ ഈ കൊല്ലം വരെയുള്ള കാലയളവിൽ ഈ ഭൂമി സന്ദർശിച്ച് മടങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം എഴുതി വയ്ക്കാൻ പറഞ്ഞത്. വല്ലാത്തൊരു ദാർശനികമായി സാധാരണമായൊരു വചനം എഴുതി വയ്ക്കുക. ഇതൊക്കെയാണ് ഈ കണക്റ്റ്. ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വൃക്ഷം എന്ന് പറയുന്ന ഒരു ആശയത്തെ വെച്ചിട്ടുള്ളത്. അതെനിക്ക് വളരെ കൗതുകരമായി. ഈ വൃക്ഷം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കൈവഴികളുള്ള ഒരു നദി സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? നദി ഇങ്ങനെ തിരശ്ചീനമായിട്ട് പോകുമ്പോഴല്ലേ നദി. അത് കുത്തനെ നിർത്തിയാലോ അതൊരു മരമാണ് എന്നുള്ള. ഒരു നദിയിൽ എത്ര ജീവികളല്ലേ അതിനെ ആശ്രയിച്ച് കഴിയുന്നു. ഒരു പിടി മണ്ണിൽ എത്ര ജീവികൾ അതിനെ ആശ്രയിച്ച് കഴിയുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പം അതാണ് ആശ്രയം എന്ന് പറയുന്നത്. എന്താ ലാഭം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ആരുടെ നഷ്ടം? നിങ്ങളുടെ ലാഭം വേറൊരാളുടെ നഷ്ടമാണ്, സംശയമൊന്നുമില്ല. നമ്മുടെ ലാഭങ്ങൾ എന്ന് പറയുന്നതൊക്കെ മറ്റാരുടെയോ ഒക്കെ
നഷ്ടങ്ങൾ കൂടിയാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ലാഭമുണ്ടാക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ടവർക്ക് തന്നെ അത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ രസകരമായൊരു ആശയം അതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അധ്വാനത്തിൻ്റെ പങ്ക് മാത്രം എടുക്കുകയും ആ ലാഭത്തിലൊരു വിഹിതം ഈ പറയുന്ന ആളുകൾക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുന്നു. സമ്പത്തിൻ്റെ വിനിമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവിടെ ഈക്വലായിട്ടുള്ളത് വിനിമയം ചെയ്യപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ എപ്പോഴും സാമ്പത്തികമായ അസമത്വങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടാകുന്നത് ഈ സമ്പത്ത് കൃത്യമായി വിനിമയം ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ്. അപ്പോൾ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത് ഉണ്ടാവും. അത് പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമായിട്ട് മാറും. ഒരു രൂപയ്ക്ക് പോലും മൂല്യമുണ്ട്. അത് ഞാൻ ഈയിടയ്ക്ക് ഒരു കഥയിൽ ഒരു രൂപ മൂല്യത്തെക്കുറിച്ച് മാഷ് കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾ പറയുന്നത് ഒരു രൂപയ്ക്ക് വല്ല മൂല്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു ഒരു മൂല്യമില്ല മാഷേ എന്ന്. അപ്പോൾ മാഷ് ഞാൻ ആലോചിക്കാം, ഒരു രൂപയുടെ മൂല്യം. പണ്ട് വലിയ പ്രയാസം നിറഞ്ഞ് നടക്കുന്ന കാലഘട്ടത്തിൽ പോക്കറ്റിൽ അങ്ങനെ കാര്യമായി ഒന്നുമില്ലാതെ പലതരത്തിലുള്ള ശൂന്യതകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു കുഷ്ഠരോഗി ഇങ്ങനെ കൈനീട്ടി. അയാളുടെ വിരലറ്റ മുറിഞ്ഞു പോയ കൈപ്പത്തി ഇങ്ങനെ നീണ്ടു വന്നപ്പോൾ മാഷിങ്ങനെ അറിയാതെ തൻ്റെ പോക്കറ്റിലേക്ക് നോക്കി. അതിലാകെ ഉള്ളതൊരു നാണയമാണ്. ആ ഒരൊറ്റ രൂപ നാണയമെടുത്ത് ആ കൈവെള്ളയിൽ വെച്ച് കൊടുത്തപ്പോൾ ആ കുഷ്ഠരോഗിയുടെ കണ്ണിൽ കണ്ടൊരു തിളക്കമുണ്ട്. അതാണ് ആ ഒരു രൂപയുടെ മൂല്യം എന്നുള്ള. അത് മൂല്യം തന്നെയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. എല്ലാം ബ്രഹത്തിൻ്റെ ജർമ്മൻ പോയിട്ട് നാടകപ്രവർത്തനമായിട്ടുള്ള ബ്രഹത്തിൻ്റെ ഒരു ആശയമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും മറ്റൊരു ജീവിയുടെ സഹായം ഉണ്ടാകണം, അല്ലാതെ ആർക്കും കടന്നു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യരുടെ ആന്തരികമായിട്ടൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എക്സിബിഷനകത്ത്. ചെറിയ മാറ്റമല്ല ആണ്. സ്വത്ത് തർക്കമൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഒരുമാതിരിയൊക്കെ നല്ല വെളിവോട് കൂടിയിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് ഇതൊക്കെ ഒന്ന് കാണുമ്പോഴാണ് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്നും തിരിച്ചറിയാനും ഇത്രയൊക്കെ ചെയ്യാവുന്നതുമാണ് ജീവിതം എന്ന് തിരിച്ചറിയാനും രണ്ട് തിരിച്ചറിവുകൾക്കും ഇതൊരു കാരണമായിട്ട് മാറും. തർക്കങ്ങളൊന്നുമില്ല. എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കണം. അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വിശ്രാന്തിയാണ് എന്നുള്ള. അതിന് മനോഹരമായി എല്ലാ കാര്യങ്ങളും ഇത് വളരെ മതാത്മകമായൊരു എക്സിബിഷനാണ്. തീർച്ചയായിട്ടും അതാണ് മതജീവിതമാണ് അതിനകത്ത് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ആത്മീയ ജീവിതമാണ്. ദൈവാനുഭവങ്ങളുടെ ആഘോഷം എന്നാണ് ഞാൻ ഒരർത്ഥത്തിൽ നിങ്ങളെ എക്സിബിഷൻ വിശേഷിക്കുന്നത്. ദൈവാനുഭവങ്ങളുടെ ഒരു ആഘോഷമാണ്. കാണാൻ ആളുകൾ വരിക, ആളുകളിങ്ങനെ വരികയാണ്. അതിൽ എത്ര പേര്, കുറേ പേരൊക്കെ ഇങ്ങനെ ബോറടിച്ചിട്ട് വരുന്നാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുള്ളൂ പറഞ്ഞ് ആ കീരിയ പോലെ ഇങ്ങനെ നടക്കല്ലേ, കണ്ടു വന്നാവും. പക്ഷെ കുറച്ച് പേരെങ്ങനെ ബോറടിച്ചിട്ടായാലും അങ്ങനെയാണല്ലോ. പിന്നെ അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആണല്ലേ എന്നും അതിനപ്പുറത്തേക്ക് പോകാനുള്ള അന്വേഷണങ്ങൾ പോകാനുള്ള നമ്മളങ്ങനെയാണ്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പണ്ട് ഗീബൽസിൻ്റെ ഒരു തന്ത്രം പറയുന്നത് ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ സത്യമായിട്ട് മാറും. ഇപ്പം അത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങളൊരു വ്യക്തിയോ ഒരു പ്രസ്ഥാനത്തെയോ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? എന്നാ ആ പ്രസ്ഥാനത്തിന് വ്യക്തിനെ ഒന്ന് മനസ്സിലാക്കണല്ലോ എന്ന് ആളുകൾ അന്വേഷിച്ച് തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പറയാം. പി സുരേന്ദ്രൻ എങ്ങനെ ടാർഗറ്റ് ചെയ്യും, എന്നാ പിന്നെ മാഷെ ഒരു പുസ്തകം വായിച്ചിട്ട് തന്നെ കാര്യം എന്ന് ആലോചിക്കും. അതുപോലെയാണ് അറിയാമെന്നുള്ളതാണ്. എല്ലാത്തിനുമായിട്ട് ഇങ്ങനെ സംവാദത്തിൽ ഏർപ്പെടുക എന്നാണ്. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് അടുത്ത ഇപ്പോൾ അത് ഇംഗ്ലീഷും മലയാളത്തിലും കൂടി വന്നൊരു പുസ്തകം ഉണ്ട്. അതിൻ്റെ പേര് ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ് എന്നാണ്. അത് ഞാനും വേളം മുഹമ്മദും കൂടി നടത്തിയൊരു യാത്ര ഈ ഓർക്കുക. ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ടൊരു യാത്ര നടത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒട്ടകപ്പറ്റങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒമാനിൽ യാത്ര ചെയ്തിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ താഴ്വരയിൽ എത്തിയപ്പോൾ മുഹമ്മദും സുഹൃത്തുക്കളൊക്കെ പാടെ കൂടി ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയപ്പോൾ ഞാനങ്ങടെ അന്തം വിട്ട ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുക. ആ നിൽക്കുന്ന സമയത്ത് ഒരു അറബി വന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാ പറയാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളിവിടെ ഇങ്ങനെ നിസ്കരിക്കാതെ ഇവിടെ നിൽക്കണത് എന്തിനാണ്, എന്താണെന്ന് ചോദിച്ചത് നമുക്കറിയില്ല. എനിക്കുണ്ട് അറബിയൊന്നും അറിയില്ലോ.
അപ്പോൾ പെട്ടെന്ന് മോഹൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചങ്ങായും ഇങ്ങനെ ഓടി വന്നിട്ട് പെട്ടെന്ന് ഓടി വന്നു. അദ്ദേഹം പള്ളിയുടെ സ്റ്റെപ്പ് തന്നെ കയറാൻ നിൽക്കുക. അപ്പം ഇങ്ങനെ ഓടി വന്നിട്ട് എൻ്റെ അങ്കലാപ്പ് കണ്ടിട്ട് ഓടി വന്നിട്ട് ഈ അറബിയോട് സംസാരിച്ച് മൂപ്പര് കുറേ ചിരിച്ചു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിന് കുറേ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മാഷോട് എന്താ പറഞ്ഞതെന്നറിയോ? ഇല്ല, മാഷോട് പറഞ്ഞതേ, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഈ രാജ്യത്തേക്ക് വന്നൊരു അതിഥിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ട്, അതിഥികൾ ഇങ്ങനെ ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ട ആളൊന്നുമല്ല. നിങ്ങളെ പള്ളീൻ്റെ ഉള്ളിലേക്ക് വരണം. എന്നിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിസ്കരിക്കുന്നൊക്കെ ഒന്ന് കാണും. അതിനുശേഷം അവിടെ കാവയും അജിവയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് എന്നാണ്. അതാണ് ഞങ്ങൾ ആ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഞാനവിടെ പോയി ഇവരൊക്കെ നിസ്കരിക്കുന്നത് കണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ജീന് MP നാരായണമേനോൻ്റെ ഒരു ജീന് ബാക്കിയുണ്ടല്ലോ. 21 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ മിമ്പറകളിൽ കയറി നിന്നിട്ട് സമരാഹ്വാനം നടത്തിയ ആളാണ് MP നാരായണമേനോൻ എന്ന് പറയുന്നത്. അതാ, അങ്ങനെയുണ്ടല്ലോ മനുഷ്യരൊക്കെ. അപ്പം അങ്ങനെ അതാണ് ഞാൻ ഈ ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ്. ചങ്ങാതി, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ എൻ്റെ കഥയിൽ എഴുതിയത്, ചങ്ങാതി നിങ്ങൾ നിൽക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങോട്ട് വന്ന അതിഥിയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ഈ കുന്തിരക്കം വിളയുന്ന മലകളിലൊക്കെ പോയിട്ട് വരുന്നത്, കുന്തിരക്കത്തിൻ്റെ മണം ഞാൻ പിന്നെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ച് പൊടുന്നനെ ഇങ്ങനെ കുന്തിരക്കത്തിൻ്റെ മണം ഇങ്ങനെ അവിടെ ആകെ വിങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. പിന്നെ അദ്ദേഹം അങ്ങനെ നടന്നുപോയി. അപ്പോൾ ഈത്തപ്പനയുടെ പട്ടകളിൽ തൊടുന്ന കാറ്റ് ചങ്ങാതി ചങ്ങാതി എന്ന് വിളിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെയാണ്, അതാണ് ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ് എന്ന് പറയുന്ന കഥ. ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എന്തെല്ലാം അനുഭവങ്ങളിലൂടെ, അല്ലേ, എന്തെല്ലാം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു. സ്നേഹം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മുഹമ്മദ്, രാഷ്ട്രീയമല്ല, അതിന് കൃത്യമായ രാഷ്ട്രീയമോ കഠിന രാഷ്ട്രീയം എന്നാണ് ഉപയോഗിച്ചൊരു വാക്ക്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, വെറുപ്പ് പടരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്താ വെച്ചാൽ സ്നേഹത്തിൻ്റെ മഹായാഗങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു യാഗമാണ് ഇവിടെ നടക്കുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു പോയ ഒരു സ്നേഹത്തിൻ്റെ യാഗമാണ്. വെറുപ്പ് വെറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്നേഹം സ്നേഹം എന്ന് പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. അത് വലിയ രാഷ്ട്രീയം തന്നെയാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സ്നേഹത്തിൻ്റെ മഹാജ്ഞാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എനിക്ക് അങ്ങനെ ആരോടും വലിയ വെറുപ്പൊന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും വെറുപ്പില്ല. എൻ്റെ വീട് സംഘപരിവാറുകാർ വന്ന് അവരുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ നോട്ടീസൊക്കെ തരുമ്പോൾ എന്നോട് പറയും, നിങ്ങളെന്താ ഞങ്ങളൊന്നും വിളിച്ചാൽ വരാത്തത്? ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ വിളിച്ചാൽ വരികയൊക്കെ ചെയ്യാം. നിങ്ങൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വെറുപ്പും വിദ്വേഷവും അവരെ വിദ്വേഷമൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരെ പോലും എങ്ങനെ നടക്കൂ, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരെ പോലും നടന്നാൽ മതി എന്ന് എത്ര ആവശ്യമുള്ളൂ. നിങ്ങൾ കാവി നിറം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ കാവി നിറം അണിഞ്ഞാൽ അതിനൊരു മര്യാദ കാണിക്കണ്ടേ? അതിനൊരു മര്യാദ കാണിക്കണ്ടേ, അല്ലേ? യോഗി ആദിത്യനാഥ് അണിയുന്നതല്ലല്ലോ യഥാർത്ഥ കാവി. യഥാർത്ഥ കാവി എന്ന് പറഞ്ഞാൽ വിവേകാനന്ദൻ അണിഞ്ഞതാണ് കാവി എന്നും കൂടി കാണണ്ടേ നമ്മൾ? അതും ഉണ്ടായിരുന്നില്ലേ? അത് മഹാദർശനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആർക്കാ മഹായോഗികളോട് എന്താ നമുക്കാർക്കെങ്കിലും വല്ല വിയോജിപ്പുണ്ടോ, അല്ലേ? ബന്ദനവാസ് കിസൂദിർ ദിറാസ് എന്ന് പറയുന്ന ഈ മധ്യ ഡക്കാനിലേക്ക് വന്ന ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നില്ലേ? സൂഫി പാതയിലൂടെ സഞ്ചരിച്ചു വന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് അവസാന കാലത്ത് അവിടെയായിരുന്നു, ഗുൽബർഗയിലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മദ്രസ പോലും ഡക്കാനി സുൽത്താൻമാരുണ്ടാക്കി കൊടുത്തപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നത് അവിടേക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഹിന്ദു മതവിഭാഗത്തിലെ പണ്ഡിതന്മാരാണ്. അദ്ദേഹത്തെ കാണാൻ വന്നത്, സംസാരിക്കാനായിട്ട് വന്നത്. അതല്ലേ കാര്യം? അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള സംവാദാത്മകമായിട്ടുള്ള ഇടങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ള അത്രേ ആവശ്യമുള്ളൂ. അപ്പം അതാണ് ഇവിടെ ഈ സ്നേഹത്തിൻ്റെ മഹാ ആഘോഷമാണ്. ഞാൻ നെറ്റിപ്പിടിക്കുന്നില്ല, കാരണം എനിക്ക് 20 മിനിറ്റ് അതൊന്നും അതിനേക്കാട്ട് കൂടുതൽ അരമണിക്കൂറൊക്കെ ആയി. ശരിയല്ല, ധാരാളം ആളുകൾ സംസാരിക്കാണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാനിത് വരണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചു. ഈ യാത്ര എനിക്കൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ഇങ്ങനെ അലഞ്ഞും വലിയ ആരോഗ്യമൊന്നും എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ ഞാൻ നേരത്തെ വരും, ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ വരും, കഴിഞ്ഞ കുറച്ച് നേരം കിടന്നുറങ്ങണം. എനിക്കിങ്ങനെ ആ സമയത്ത് ഇന്നലെ തന്നെ നിങ്ങളെ മുഖത്ത് ഞാനും മുജീബ് റഹ്മാനും കൂടി, അമീർ നിങ്ങളെ മുജീബ് റഹ്മാനും കൂടി പങ്കെടുത്തുന്ന വേദിയിൽ
കഴിഞ്ഞിട്ട് ഞാൻ 12 മണിയായി വീട്ടിലെത്താൻ. അറിയാം, അന്ന് എനിക്ക് താങ്ങൂല, മനസ്സിലായോ? നിങ്ങളെ കൂടെ ഞാൻ കുറച്ചു കാലമൊക്കെ ജീവിക്കണ്ടേ, വേണ്ടേ? വേണ്ടല്ലോ അല്ലേ? സംസാരിക്കാൻ വേണ്ടേ? ഈ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളോടും വേട്ടയാടപ്പെടുന്നവരോടൊക്കെ വേണ്ടേ? എന്നോട് BJPയിലുള്ള ഒരു വലിയ നേതാവ് എന്നെ വലിയ ഇഷ്ടാട്ടോ. ഇന്നേ വരെ അവൾ ഒരു വെറുപ്പിൻ്റെ ഭാഷ എനിക്കെതിരെ പ്രയോഗിച്ചിട്ടില്ല. എൻ്റെ കാരണം പറയുന്നത്, നിങ്ങളെ സാഹിത്യം വായിക്കുമ്പോൾ ഒക്കെ മറന്നു പോകുന്ന. അപ്പോൾ അവരെന്നോട് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഓഫറുകളൊക്കെ അവൾ വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഓഫറൊന്നും എൻ്റെ മുമ്പിൽ വെക്കണ്ട, കാരണം ഇതിന് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളോടും ദളിതുകളോടും വേദനിക്കുന്നവരോടും ഐക്യപ്പെട്ടു പോകുന്നു എന്നത് എൻ്റെ ഒരു ജനിതക തകരാറായിട്ട് എടുത്താൽ മതി. അത് എൻ്റെ മരണം വരെ ഉണ്ടായിക്കോട്ടെ, അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഓഫറിൽ വിടുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, അവരൊക്കെ കെണി വെച്ച് പിടിച്ചോളൂ. ഞാൻ എന്തായാലും ആ കെണിയിൽ വരാനുമില്ല, നിങ്ങൾ എറിയുന്ന ഒരു ചൂണ്ട ഞാൻ കൊത്താനുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റേത് സ്നേഹത്തിൻ്റെ ഇടങ്ങളാണ്. ആ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ മഹോത്സവത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.